ഞാനൊരു വീഡിയോ ഇട്ട് എല്ലാരും അറിയിക്കാൻ പോവാ. മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് ചതിയനാണെന്നും സ്വന്തം ഭാര്യ മക്കളും ചതിക്കായിരുന്നു. നന്ദു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഈശ്വര, ഇതെന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ഇതുവരെ സിദ്ധാർത്ഥൻ സാറിന്റെ ഭാഗത്ത് സത്യമൊന്ന് കരുതി. പക്ഷെ ഇന്ന് ആ വീഡിയോ കണ്ടതോടുകൂടി മനസ്സിലായി മറ്റാരും അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ സിദ്ധാർത്ഥൻ സാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന്. എന്റെ അച്ഛനാണ് മുൻ MLA സിദ്ധാർത്ഥൻ എന്ന് ഒരു പെണ്ണ് പച്ചയ്ക്കിങ്ങനെ കള്ളം പറയൂ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊരു ബന്ധം സാറിനുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഏതെങ്കിലും രീതിയിൽ സാറിന്റെ സ്വഭാവത്തിൽ കാണില്ലേ? എത്ര നല്ലവനായിട്ട് അഭിനയിച്ചാലും കള്ളം ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ സാറിന്റെ സ്വഭാവം എന്ന് വെച്ചാ എത്ര നിഷ്കളങ്കായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അത് മറച്ചു പിടിക്കാനും പഠിക്കും അവര്. രാഷ്ട്രീയക്കാരാകുമ്പോ പ്രത്യേകിച്ച്. നടന്നതൊക്കെ തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ. അങ്കിളിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെറ്റായ പ്രവൃത്തി ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ വയ്യ. ഒരു പെണ്ണ് ഇതുപോലൊരു കാര്യം പരസ്യമായിട്ട് വിളിച്ചു പറയുന്നതിൽ ഒരു പൊരുത്തക്കേടില്ലേ? മീരയുടെ കൊലപാതകം നടന്നപ്പോ തന്നെ സാറിന്റെ പേര് കുറച്ചൊന്ന് മോശമായതാ. അതെല്ലാം തെറ്റിദ്ധാരണയാണെന്ന് തെളിഞ്ഞില്ലേ? ഇതിപ്പോ കുടുംബത്തിലും നാട്ടുകാരുടെ ഇടയിലും ഒക്കെ ചീത്തപ്പേരാവില്ലേ? സാറിനെ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. എന്തായാലും ചന്ദ്രോത്ത് കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലേക്ക് പോവുക. ഹലോ ദേവിക. ഗിരീഷേട്ടാ, അച്ഛൻ അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്താ ദേവിക, എന്തായി കാര്യങ്ങള്? ആ വീഡിയോ കണ്ട് രജനി വല്ലാതെ ടെൻഷനിൽ അങ്ങോട്ട് വന്നത്. പിന്നെ ഇത്തരമൊരു വിഷയത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ അങ്ങോട്ട് വരാത്തതും വിളിച്ചു ചോദിക്കാത്തതും. ഇവിടെ കുറച്ച് തർക്കവും സംസാരവും ഒക്കെ നടന്നു. അച്ഛന് ദേഷ്യം വന്ന് ഇങ്ങോട്ടും ഇറങ്ങിപ്പോയി. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.